ഈ ഒരു റാങ്ക് വന്നപ്പോൾ ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യാണ്, പാർട്ട് ടൈം സ്പീപ്പറായിട്ട് വർക്ക് ചെയ്യാണ്, 10 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. എന്ത് പറഞ്ഞു അവരൊക്കെ? ജീവിതമാണ് നമ്മളെ പാഠം. ജീവിതത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ പാഠങ്ങളും പഠിച്ചെടുക്കുന്നത്. നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും. വെറുതെ ഈ റീൽസ് കണ്ടിരിക്കുന്ന ഒരു ശീലമില്ല. ആ സമയത്തും പെട്ടെന്ന് മൈൻഡിൽ എനിക്കൊരു നല്ല ജോലി ഇല്ലല്ലോ. അപ്പോൾ ഹായ്, ഇന്ന് നമ്മളുള്ളത് മലപ്പുറം മുണ്ടുപറമ്പാണ്. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ നമ്മൾ വന്നിരിക്കുന്നത്. മഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിലെ 2nd റാങ്ക് ഹോൾഡറായ ജഷ്ലയാണ് നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ചില്ലറ കാര്യമൊന്നും അല്ല കേട്ടോ. ഏതെല്ലാം വിശേഷണങ്ങൾ കൊടുത്താലും മതിയാവില്ല. വീട്ടമ്മ, സംരംഭക, പിന്നെ വന്ന വഴി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് നേരിട്ട് ജഷ്ലയിൽ നിന്ന് തന്നെ അറിയാം ജഷ്ലയുടെ വിശേഷങ്ങൾ. ജഷ്ല, ഒന്ന് പരിചയപ്പെടുത്താവോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? എൻ്റെ പേര് ജഷ്ല, മലപ്പുറമാണ് വീട്. എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 മക്കളുണ്ട്. ഹസ്ബൻഡ് സൗദിയിലാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് പഠനം തുടങ്ങിയതും ഇതെനിക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞതും. ഓക്കെ, ഇപ്പം ഏത് ബാങ്കിലാണ് നമുക്ക് അഡ്വൈസ് വരാനിരിക്കുന്നത്? ഇപ്പോൾ മഞ്ചേരി സർവീസ് ബാങ്കിന്റെ 2nd റാങ്ക് ആണ്. മഞ്ചേരി സർവീസ് ബാങ്കിലെ 2nd റാങ്ക് ആണ്. പിന്നെ ഇനി ബാങ്കുകൾ വരാനുണ്ട്. പിന്നെ മടായി സർവീസ് ബാങ്കില് ലിസ്റ്റിലുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ ലിസ്റ്റിലുണ്ട്, മെയിൻ ലിസ്റ്റിലുണ്ട്. പിന്നെ കൊമേരി, പൊയ്യ, ഒരു 3-4 ബാങ്കില് ലിസ്റ്റിലുണ്ട്. ഇനി വരാനുണ്ട്. അപ്പൊ വന്നിരിക്കുന്ന ലിസ്റ്റിൽ 2nd റാങ്ക് ആണ്. ഓ, ഒത്തിരി സന്തോഷം. ജഷ്ല എന്താ പഠിച്ചത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്റെ കല്യാണം കഴിയുന്നത്. അത് 2000-ലാണ്. ആ 2000-ല് മാരീഡ് ആയി. അതിനുശേഷം ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10 വർഷത്തിന് ശേഷം 2 മക്കളായതിനു ശേഷം 10 വർഷം എന്നല്ല, ഒരു 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ +2 എഴുതിയെടുത്തു. പ്രീ ഡിഗ്രി തീർന്നിരുന്നു. പ്രീ ഡിഗ്രി അവിടെ അവസാനിച്ചു. ഞാൻ എഴുതിയ ആ ബാച്ചോട് കൂടി അവിടെ പ്രീ ഡിഗ്രി അവസാനിച്ചു. അതിനുശേഷം പിന്നെ പ്രീ ഡിഗ്രി ചെയ്യാൻ കഴിയില്ല, ഈ പകുതിയിൽ ഇട്ടതായിരുന്നു. പിന്നെ +2 തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ +2 പഠനം നിർത്തി 14 വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ്. +2 മുതൽ എഴുതിയെടുത്തു അല്ലെ? +2 എഴുതിയെടുത്തു. അതിനുശേഷം +2 പിന്നെ ഞാൻ ബാങ്കിൽ ഒരു ഡെയിലി വേജ് ആയിട്ട് ഇവിടെ ഒരു ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ 5 വർഷം വർക്ക് ചെയ്തു. അവിടെ എന്തായിട്ടാ വർക്ക് ചെയ്തത്? അവിടെ ടെലികോളർ ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കും. അവിടെ ഒരു ഒഴിവ് വന്നപ്പോ, പാർട്ട് ടൈം സ്വീപ്പർ പോസ്റ്റ് ഒഴിവ് വന്നപ്പോ എന്നെ അവിടെ സ്ഥിരപ്പെടുത്തി. അങ്ങനെ ഞാൻ അവിടെ പെർമനന്റ് സ്റ്റാഫായി. പാർട്ട് ടൈം സ്വീപ്പർ ആയിട്ട് എത്ര വർഷമായിട്ട് അവിടെ? അവിടെ 5 വർഷം കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ എത്ര വർഷമായി ടോട്ടൽ? ഇപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യാണ്? അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടോട്ടല് 10 വർഷം അതേ ബാങ്കില്. ഓക്കെ, അപ്പം ആ ഒരു ജോലിയാണ് ഇവിടെ ഒരു തിരിച്ചുവരവായ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിന്റെ സമയമായി ടേണിംഗ് പോയിന്റ് ആയി തന്നതും ഈ ഒരു ബാങ്കിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഇങ്ങനെ എങ്ങോട്ട് പോകണം, നമ്മള് കൂടുതൽ അറിവൊന്ന് ഇതിനെ കുറിച്ചൊന്നും ജോലിനെ കുറിച്ചൊന്നും നമ്മൾ അവിടെ നിന്നാണല്ലോ ഓരോ പാഠങ്ങൾ പഠിച്ചു വരുന്നത്. JDC എടുത്തെങ്കിലാണ് ബാങ്കിൽ കയറാൻ പറ്റുക. അപ്പോ എനിക്ക് പിന്നെ +2 എടുത്തു ഞാൻ. അതിനുശേഷം പിന്നെ JDC എടുക്കണം. അപ്പൊ ഞാൻ ഈ പെർമനന്റ് ആയതിനു ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ JDC അപ്ലൈ ചെയ്തു. JDC കിട്ടി. JDC എടുത്ത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അന്ന് JDC പാസ്സായി. ഇനിയിപ്പോ ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഡിഗ്രി ഏതിലാ ചെയ്യുന്നത്? ഡിഗ്രി ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. ഏതിനാ ചെയ്യുന്നത്? സോഷ്യോളജി. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് അല്ലെ, പഠിക്കണം, നേടിയെടുക്കാൻ. എന്തൊക്കെയോ നമുക്ക് നേടിയെടുക്കാണ്ട് ജീവിതത്തിൽ. അതെ, ഒന്നും അല്ലാതെ പോകരുത്. അതെ, അവിടെ എത്തിപ്പെടുന്നവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. JDC കഴിഞ്ഞ ഉടനെ പരീക്ഷകൾ എഴുതി തുടങ്ങി. എത്ര നാൾ എക്സാംസ് എഴുതി? 2020-21 JDC കഴിഞ്ഞ എക്സാം എഴുതാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഒന്നും ലിസ്റ്റിൽ വരാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും അങ്ങനെ എക്സാം ഒക്കെ എഴുതി. അപ്പോഴാണ് ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. അങ്ങനെ ഞാൻ ശ്രീകല മിസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ കേട്ട്, അങ്ങനെ ഇംഗ്ലീഷ് മാത്രമായിരുന്നു ആദ്യം കേട്ടത്. പിന്നെ അതിൽ അങ്ങനെ 3 മാസത്തെ കോഴ്സിന് ഞാൻ അഡ്മിഷൻ എടുത്തു. പിന്നെ ഇങ്ങനെ ഓരോരോ എക്സാം കഴിയുമ്പോഴും ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പം ലാസ്റ്റ് 3 മാസത്തിനുള്ളിൽ നമ്മൾ സർവീസിലേക്കും കയറാൻ പോകുന്നു അല്ലേ? ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. എനിക്കറിയില്ല ജഷ്ലയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
പക്ഷേ വലിയൊരു ഇൻസ്പിറേഷനാണ്. +2 പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠനം എടുത്ത് വെച്ച് നിർത്തുന്നു, വീണ്ടും ബാങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തിരിച്ചു വരുന്നു, JDC പഠിക്കുന്നു, ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നു. എവിടെ നിന്നാണ് ഇതിനുള്ളൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ? ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ വരെ മോട്ടിവേറ്റഡ് ആവുകയാണ് ജസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. അപ്പം ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എവിടെ നിന്നാണ് ഇതിനൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്? ജീവിതമാണ് നമ്മളെ പാഠം. ജീവിതത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ പാഠങ്ങളും പഠിച്ചെടുക്കുന്നത്. നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും. അത് ഓരോരുത്തരും നേടിയെടുക്കുമ്പോൾ നമുക്കും അതിന് കഴിവുണ്ട്. എന്താ നമുക്കും കൂടെ അങ്ങനെ ചെയ്താലേ? അങ്ങനെ ഒരു സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്തതല്ല, പക്ഷെ ഞാനിങ്ങനെ ഓരോന്നും കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടും എനിക്കും അങ്ങനെ ആവണം, എനിക്കും അങ്ങനെ ഒന്ന് കിട്ടിയാൽ, എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ജോലി കിട്ടിയാൽ എന്നുള്ള എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ആഗ്രഹം ഇവിടം വരെ എത്തി അല്ലേ? ഇതുകൊണ്ട് നിർത്തില്ല, നമ്മൾ ഇനിയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി. എൻ്റെ അമ്മാന്റെയും പ്രാർത്ഥന, ഉമ്മാന്റെയും ഉപ്പാന്റെയും പ്രാർത്ഥന, എൻ്റെ ഹസ്ബൻഡ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു സംരംഭകയും കൂടിയാണ് അതെ അല്ലെ? അതിനെ കുറിച്ച് പറയോ? ഇപ്പോ ഈ ഒരു 3 മാസമായിട്ട് ഞങ്ങളൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഉച്ചവരെ ബാങ്കിലാണല്ലോ, അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്. അപ്പൊ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കാനും ഇതിനൊക്കെ നമ്മളെ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ആകുമ്പോൾ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് ക്ലാസ്, യൂട്യൂബൊക്കെ ഇങ്ങനെ നമ്മളെ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എക്സാമിന്റെ സമയത്ത് ഒന്നും കുറച്ചും കൂടി സമയം, എന്തായാലും ഒരു 10:30-11 മണി വരെയൊക്കെ ഞാൻ ചിലപ്പോ ഷോപ്പിൽ ഉണ്ടാവും. ആ ഭാഗത്തൊന്നും ചിലപ്പോ ആരും ഉണ്ടാവില്ല, ഞാൻ അവിടെ ഇരിക്കും. നമ്മളെ കടയിലിരിക്കാൻ നമുക്ക് ആരെയും പേടിക്കണ്ടല്ലോ. അങ്ങനെ ഇരുന്ന് പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിക്കും, സംസാരിക്കും. അപ്പൊ ഒരു ധൈര്യമാണ് നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്നുള്ള. ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? സൗദിയിലാണ്. ഒരുപാട് വർഷമായിട്ട് സൗദിയിലാണ്? ഒരു 5-6 വർഷമായിട്ട് സൗദിയിലാണ്. ഓക്കെ. അപ്പം ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ടാണ്. ഒരു വലിയ കാര്യമാണ് അല്ലേ? മക്കള് 3 എന്ത് ചെയ്യുന്നു? മോള് ഇപ്പോ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ ആണ്. പിന്നെ മോന് എവിടെയാ പഠിക്കുന്നത്? ബാംഗ്ലൂരാണ്. മോന് +2 കഴിഞ്ഞ് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു. ഇളയാള് 8ാം ക്ലാസ്. 8ാം ക്ലാസ്. 2 പെൺകുട്ടികൾ. അത്യാവശ്യം പണിയുള്ള സമയമാണ് അല്ലേ കുട്ടികൾക്കും ഒക്കെ. അപ്പൊ ഇതിന്റെ ഇടയിലായിരുന്നു പഠനം. അതിനിടയിൽ നമുക്ക് വേണ്ടിട്ടൊരു സമയം കണ്ടെത്തും. നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ എത്ര നേരം പഠിക്കുമായിരുന്നു? എപ്പോഴാണോ സമയം, അങ്ങനെ ഒരു കൃത്യസമയമില്ല. രാത്രിയാണ് കൂടുതലും കുറച്ച് സമയം കിട്ടുക. അപ്പോ ആ ഒരു നമ്മളെല്ലാം ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണി വരെയൊക്കെ ചിലപ്പോ അങ്ങനെ ഇരിക്കും. പിന്നെ അതിനിടയിലൊക്കെ വെറുതെ ഈ റീൽസ് കണ്ടിരിക്കണ ഒരു ശീലമില്ല. ആ സമയത്തും പെട്ടെന്ന് മൈൻഡിൽ എനിക്കൊരു നല്ല ജോലി ഇല്ലല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ കാണാന്നുള്ള അതിലിങ്ങനെ കേട്ടോണ്ടിരിക്കും. തിരക്കാണെങ്കിൽ ഇപ്പൊ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും GK എങ്കിലും അവിടെ ഓപ്പൺ ആക്കിയിടും, വോയിസ് അങ്ങനെ കേട്ടോണ്ടിരിക്കും. ജസ്ല +2 പഠനം തുടങ്ങി, നിർത്തി, പ്രീ ഡിഗ്രിയിലേക്ക് വന്നു. അത് ഒരു 14 വർഷത്തിന് ശേഷം അത് എഴുതിയെടുത്തു. അതിനുശേഷം JDCയിലേക്ക് വന്നു. ഈ പരീക്ഷയ്ക്ക് മത്സരിക്കുന്ന MCOM കഴിഞ്ഞ വിദ്യാർത്ഥികളോടൊക്കെയാണ്. അപ്പോൾ ഒരു ഫിയർ പോയിന്റ് ഇല്ലായിരുന്നു? അല്ലെങ്കിൽ എന്തായിരുന്നു അപ്പം അത്? അയ്യോ, ഞാൻ ഇവരോട് മത്സരിച്ചാൽ കിട്ടുമോ, അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് എന്തായാലും എത്തിപ്പെടണല്ലോ, അതാണല്ലോ നമ്മളെ ലക്ഷ്യം. അപ്പൊ നമ്മൾ അവിടെ എത്താൻ വേണ്ടിട്ട് ഇപ്പൊ MCOM ആണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടാത്തതില്ല. അവര് എല്ലാം കോഴ്സ് കഴിഞ്ഞ് നേരെ എക്സാമിലോട്ടാണ് വരുന്നത്, നമ്മൾ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. അപ്പൊ അത് രണ്ടുള്ള മാറ്റാണ്. അവരെ മൈൻഡില് അങ്ങനെ ഇരിക്കുക, നമുക്ക് അതൊക്കെ ഒന്ന് കുറച്ച് പൊടി തട്ടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോ MCOMരോട് മത്സരിക്കുമ്പോ സിലബസ് അവര് തറായിട്ടുണ്ടാവും എന്തായാലും. പിന്നെ നമുക്ക് അവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ, പിന്നെ കറണ്ട് അഫയേഴ്സ്, മാത്സ്. ഈ 3 ഭാഗങ്ങളും ഇതില് മാത്സ് ആണെങ്കിലും ഗ്രാമർ ആണെന്നുണ്ടെങ്കിലും മാറ്റങ്ങളൊന്നും അധികം വരുന്നില്ല. കറണ്ട് അഫയേഴ്സ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കണം, എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരുന്നാ മതി. അത് കേട്ട ഇങ്ങനെ അങ്ങനെ പോയാ മതി. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെ അതായിരുന്നു ഈ ഒരു മത്സര പരീക്ഷ രംഗത്ത് എടുത്തൊരു സ്ട്രാറ്റജി അല്ലെ? നമുക്ക് ടൈം ടേബിൾ വെച്ചാണോ പഠിച്ചേ? എങ്ങനെയായിരുന്നു പഠനം? ഒരു ദിവസം ബാങ്കിങ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ബാങ്കിങ് തന്നെ ഇങ്ങനെ നോക്കും. പിന്നെ പിറ്റേ ദിവസം ഞാൻ വേറൊരു സബ്ജക്ട് എടുത്തിട്ട്, പിന്നെ നമ്മളെ മാത്സിന്റെ സാറിന്റെ ക്ലാസ് ഭയങ്കരമാണ്. ഷൈജു സാറിന്റെ ക്ലാസ്. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു മാത്സ് ഒരു വെറുപ്പുള്ള സബ്ജക്റ്റ് ആണെങ്കിലും അത് ഒരു ട്രിക്കിലൂടെ വേഗം
നമ്മളെ ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കഴിവ് സാറിനുണ്ട്. ആ. ഇങ്ങനെ ഓരോ സബ്ജക്ട് ഈ വിഷയങ്ങളിൽ ഏറ്റവും GK-യും ഇംഗ്ലീഷും മാത്സും അല്ലാതെ ബുദ്ധിമുട്ടായിരുന്ന വിഷയം ഏതായിരുന്നു? എനിക്ക് ബാങ്കിങ് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. അതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പഠന സ്ട്രാറ്റജീസ് എടുത്തോ? പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ക്ലാസ് കേട്ട് ഇങ്ങനെ പോവാൻ ആരാണ് നോട്ട് എഴുതി പഠിക്കുന്ന നോട്ട് സ്വഭാവം? എഴുതാറുണ്ട്. ക്ലാസ് നോട്ട് എഴുതി. കേൾക്കുമ്പോ ഞാൻ എപ്പോഴും എന്റെ കയ്യില് കുറച്ച് പേപ്പർ ഉണ്ടാവും. അത് ഈ പേനയുണ്ടാവും. വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വോയിസുകളൊക്കെ ഞാനിങ്ങനെ നോട്ടിൽ പേപ്പറിലേക്ക് കുറിച്ച് വെക്കും. കുറിച്ച് ഇപ്പം ഇതിനു വേണ്ടി മത്സരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് CSEB എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അവസരമാണ് അല്ലെ? അതായത് നമ്മൾ PSC എക്സാംസ് എഴുതുന്ന കുട്ടികളുണ്ട്. പക്ഷെ CSEB എന്ന് പറയുമ്പോൾ വലിയൊരു അവസരമാണ്. പക്ഷെ ഇവിടെ കുട്ടികൾ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വെറുതെ പഠിക്കാമെന്നേ ഉള്ളൂ, അങ്ങനെ ഒരുപാട് കാര്യകാരണങ്ങൾ പറയുന്ന കുട്ടികളുണ്ട്. എന്താണ് ജസ്റ്റിലേക്ക് അവരോട് പറയാനുള്ളത്? എന്തായാലും PSC-നേക്കാളും ഒരു അവസരം ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോ മുന്നോട്ട് പോവാം. നമ്മളിപ്പോ കുറച്ച് പ്രാവശ്യം എക്സാം എഴുതി നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിറകോട്ട് വലിയാൻ പാടില്ല. എന്തായാലും ഇത് കിട്ടുന്നത് വരെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തുടരെ നമ്മൾ വന്നുകൊണ്ടിരിക്കേണ്ട. അത് നമുക്കൊരു ഈ ലിസ്റ്റിൽ വരുന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ. അപ്പോൾ പിന്നെ അടുത്തതും ലിസ്റ്റിൽ വരും. എനിക്ക് കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റിൽ എത്താൻ കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മളെ മനസ്സന്നെ ഒന്ന് തളരാതെ നമ്മളെ പിടിച്ചു നിർത്താൻ ഉള്ള ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടും. ഇപ്പം ആദ്യത്തെ എക്സാംസ് എഴുതി കിട്ടിയില്ല, പിന്നീട് വീണ്ടും എഴുതുന്നു. അപ്പം ഈ ഒരു റാങ്കിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും ഇത്രയും എക്സാംസ് എഴുതുമ്പോൾ കുറച്ച് കറക്ഷൻ സ്ട്രാറ്റജീസ് എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡോൺസ്, ഇത് ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്? ഇതിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ റൂൾസിലൊക്കെ അമെൻമെന്റുകൾ വന്നല്ലോ. അപ്പൊ അതില് ഇപ്പോ 2020-21 പഠിച്ച് തുടങ്ങിയത് ഇപ്പൊ 24 മാറ്റങ്ങൾ വന്നില്ലേ, കുറെ മാറ്റങ്ങൾ വന്നില്ലേ. അപ്പൊ അതിന്റെയും പുതിയതിന്റെയും പഴയതിന്റെയും ഇടയിലാണ് ഇപ്പൊ നമ്മൾ പെട്ടെടുക്കുന്നത്. അപ്പൊ അത് നമ്മളെ മൈൻഡിൽ കയറി അതിനെ മായ്ച്ചു കളഞ്ഞ് പുതിയത് വെക്കണം, അപ്ഡേറ്റ് ആവണം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അവിടെ വരുന്ന ചെറിയ ഓരോ അവിടെ അത് അപ്ഡേറ്റ് ആവാൻ വൈകുന്നത് ഒരു പക്ഷേ ഒരു കാരണമായിരിക്കാം. പിന്നീട് വേറെ എന്തെല്ലാം സ്ട്രാറ്റജീസ് എടുത്തു? മോഡൽ എക്സാംസ്, ഇങ്ങനെ മോക്ക് ടെസ്റ്റുകളൊക്കെ, ഈ ടെസ്റ്റുകളൊക്കെ അതാണ് നമുക്ക് ഇങ്ങനെ എക്സാം എഴുതുമ്പോ വേറൊരു നമ്മളെ മൈൻഡിൽ എപ്പോഴും അങ്ങനെ നിൽക്കും. അങ്ങനെ എഴുതിക്കൊണ്ട് പിന്നെ അത് റിപ്പീറ്റേഷൻ നമ്മളെ ആപ്പിലൊക്കെ ഉണ്ടല്ലോ, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിവിഷൻ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. റിവിഷൻ എടുത്തിരുന്നു. കുറെ പ്രാവശ്യം തെറ്റും, അത് ഫുള്ള് ശരിയാക്കുന്നത് വരെ ചെയ്തോണ്ടിരിക്കും. റിവിഷൻ എടുത്തിരുന്നു, മോഡൽ എക്സാംസ് ചെയ്തിരുന്നു അല്ലെ, കൃത്യമായ അപ്ഡേഷൻസിലേക്ക് എത്തിയിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു പഠന സ്ട്രാറ്റജി പറയുന്നത്. ഇപ്പം സഹകരണ മേഖലയിലെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പം CSEB മാത്രമല്ല, അല്ലാതെയും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു 5 ടിപ്പ് അല്ലെങ്കിൽ ഒരു 5 ടിപ്പ് പറഞ്ഞു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്ന നിലയിൽ എന്തെല്ലാം പറഞ്ഞു കൊടുക്കും? ഇതിൽ ഇംഗ്ലീഷ്, മാത്സ്, GK നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒപ്പം അപ്ഡേറ്റ് ആയിരിക്കുക. പിന്നെ പറയാനുള്ളത്, ടൈം നമ്മൾ ഓരോ ദിവസവും നമ്മൾ എത്ര ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കണം. പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക. എല്ലാ തിരക്കിനിടയിലും എല്ലാ ദിവസവും നമുക്ക് ഓരോ തിരക്ക് തന്നെയാവും. ഇന്ന് അല്ലെങ്കിൽ നാളാന്ന് വെച്ചാൽ അത് നമുക്കാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് ഇല്ലാതെ എല്ലാ ദിവസവും അതിനു വേണ്ടി സമയം മാറ്റി വെക്കുക. പിന്നെ റിവിഷൻ ചെയ്യുക, മോഡൽ എക്സാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തായാലും തീർച്ചയായും നമുക്ക് കിട്ടും. ആദ്യത്തെ സമയങ്ങളിൽ ഇങ്ങനെ പരാജയം വരുമ്പോ പിന്നോട്ട് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ. അപ്പൊ ഇപ്പം ജസ്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ, ജസ്ല ആദ്യ പരാജയങ്ങളിൽ നിന്നും വീണ്ടും കിട്ടിയേ പറ്റൂ എന്ന വാശിയോടുകൂടി കുറച്ചും കൂടി ശക്തിയോടുകൂടി മുന്നേറി. അപ്പം പരാജയത്തിൽ തന്നെയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. ആദ്യത്തെ പരാജയങ്ങളെ കണ്ട് വീഴാതിരിക്കുക. പരാജയപ്പെട്ടവനെ വിജയിച്ചിട്ടുള്ളൂ. CCയോടൊപ്പമുള്ള യാത്ര എങ്ങനെയാണ്? എക്സാമിന്റെ കുറച്ച് മുമ്പുള്ള ആ ബൂസ്റ്റർ ക്ലാസ്സുകളാണ് നമുക്ക് ഏറ്റവും ആ എക്സാമിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വന്നത്. അതാണ് എനിക്ക് തോന്നുന്നു നമ്മളെ ഷോർട്ട് ലിസ്റ്റിൽ എത്തിക്കാനും ഒരു വഴിയാണ് അത്. പിന്നെ 3 മാസത്തെ കോഴ്സ്, ഓൺലൈനായിട്ട് കോഴ്സ് ചേർന്ന് അതിൽ വന്ന എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. അതിൽ മാത്സ് മിസ്സിന്റെ പിന്നെ എടുത്ത് പറയണ്ട, എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ ഈ കോച്ചിങ് സെന്ററിൽ വന്നത്. അതങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അന്വേഷിച്ചതും അഡ്മിഷൻ എടുത്തതും.
മാത്സ്, GK, ഗ്രാമർ, മാത്സ് ഷൈജു സാർ. മാത്സ് നമ്മളെ ആതിര മിസ്, ബാങ്കിങ്, ഉം. എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇതിലെ നമ്മളെ കോച്ചിങ് സെന്ററിലെ മെന്റർ ചിക്കുമോൻ സാറ് ഉം. സാറ് വിളിച്ചിട്ട് ഇടയ്ക്കന്ന് ആ ഒരു വിളി ഉണ്ടല്ലോ, ആ. അതാണ് നമ്മളെ ഒന്നും കൂടെ മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ചെയ്യുന്നത്. സാറിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം സൂപ്പർ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച റാങ്കുകളിലൊന്നാണ്. കുറച്ച് നാളുകളായിട്ട് CSEBക്ക് 1ഉം 2ഉം റാങ്കുകൾ തന്നെയാണ് CC-യിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ റാങ്ക് വരുമ്പോഴും ചിക്കുമോൻ സാറിൻ്റെ ആയാലും പ്രശാന്ത് സാറിൻ്റെ ആയാലും ഒക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ ഓരോരുത്തർക്കും അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിലേക്ക് ഒരുപാട് എക്സ്പീരിയൻസോട് കൂടി അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിന് പുതിയൊരു നിറമാണ് ജഷ്ല തന്നിരിക്കുന്നത്. ഞാനിവിടെ വരുമ്പോഴും സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തേയില്ല ജഷ്ല. എനിക്ക് നമ്മൾ സംസാരിച്ചില്ലായിരുന്നു, ഇവിടെ വരുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ജഷ്ല ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ ബിസിയാന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ പഠിക്കണതില് അതാണ് എപ്പോഴും നമുക്ക് ജോലി കിട്ടിയിട്ടില്ല, അതിലാണ് നമ്മള് തിരക്ക്. കാരണം ജോലി ആയിട്ടില്ലല്ലോ. പിന്നെ എനിക്കൊരു ഇങ്ങനെ ചെറിയൊരു ജോലി ഉണ്ടല്ലോ, പാർട്ട് ടൈം സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ബാങ്ക് രാവിലെ 8:30 ബാങ്കിൽ എത്തിക്കഴിഞ്ഞാല് 2 മണി ബാങ്ക് പോരും. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഷോപ്പിലാണ്. ഷോപ്പിലുള്ള തിരക്കും കാര്യങ്ങളും അവിടുത്തെ വർക്കും കാര്യങ്ങളും, ടൈലറിങ് അത് ഇപ്പൊ സ്റ്റാഫ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യും. അത് പിന്നെ മക്കളെ കാര്യത്തില് നമ്മള് ശ്രദ്ധ, തീർച്ചയായിട്ടും 3 പേരുണ്ട്, അത് വേണം. പിന്നെ ഹസ്ബൻഡ് വിളിക്കും, സംസാരിക്കും, അതിനൊരു സമയം വേണം. പിന്നെ വീട് പണിയൊക്കെ നടക്കുന്നു, ഇവിടുന്ന് ഓടും അങ്ങോട്ടോടും ഇങ്ങോട്ട്. ഒരുവിധം ഈ ഭാഗത്തുള്ളവരൊക്കെ ഇന്നെ കാണുന്നുണ്ടാവും, ഡെയിലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ഒരു പക്ഷിയാണ് ഞാൻ. 10-10:30 വരെ അലേർട്ടാണ് രാത്രി അല്ലേ? രാത്രി വീടാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയൊക്കെ ആവും എന്തായാലും ഷോപ്പിൽ നിന്ന് പിന്നെ പോകുമ്പോ. അപ്പൊ അപ്പോഴും ചിലപ്പോ ഞാൻ വിചാരിക്കും കുറച്ചേരം കൂടി ഇരുന്നിട്ട് ക്ലാസ് കേട്ടാല് ആരും ഇല്ലാതെ ഇരിക്കണ ആ ഒരു ഫ്രീ ആയിട്ടുള്ള സമയമാണല്ലോ. അങ്ങനെ അവിടെ കുറച്ചേരം ഇരിക്കും. 11 മണി വരെയൊക്കെ കുറച്ച് ക്ലാസ് കേട്ടൊക്കെ അങ്ങനെ ഇരുന്ന്. ഈ ഒരു റാങ്ക് വന്നപ്പോ ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യാണ്, പാർട്ട് ടൈം സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യാണ്, 10 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. എന്ത് പറഞ്ഞു അവരൊക്കെ? അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഞങ്ങളെ മാനേജർ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും നല്ല സന്തോഷം. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണ്. കാരണം ഒരു ജോലി കിട്ടിയപ്പം ഇത് മതി എന്ന് വിചാരിച്ച് ജീവിക്കാമായിരുന്നു അല്ലേ? ഒരു പാർട്ട് ടൈം സ്വീപ്പറാണ്, വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ ഉത്തരവാദിത്തത്തിൽ ഒതുങ്ങിയിരിക്കാം എന്നൊക്കെ വിചാരിക്കാമായിരുന്നു. പക്ഷെ മതിയാകാതെ ആ ഒരു ആഗ്രഹങ്ങൾ തീരാതെ വീണ്ടും വീണ്ടും പോകുന്ന ഈ ഒരു പോക്ക് ഇവിടെ കൊണ്ട് നിർത്തരുത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം. ഡിഗ്രി ഒക്കെ ചെയ്യുന്നുണ്ട്, ഇനിയും വലിയ വലിയ അവസരങ്ങളിലേക്ക്. PSC എക്സാംസ് എഴുതാറുണ്ടോ? എഴുതുന്നുണ്ട്. എല്ലാ എക്സാംസും എഴുതാറുണ്ട്. പക്ഷെ ഞാൻ ഇതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഓക്കെ. അപ്പം എന്താ പറയാ, ഒരുപാട് പേർക്ക് ഇനിയും ഇൻസ്പിറേഷൻ ആയിട്ട് മുന്നോട്ട് തന്നെ പോട്ടെ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ജഷ്ലയുടെ ഈ ഒരു വിജയത്തിൽ ഭാഗമാകാൻ. സത്യത്തിൽ ഒരുപാട് സന്തോഷം.